അപ്പം ഞാനൊരു വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള വറക്കാനുള്ളത് ആദ്യം ഞാൻ കാണിക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. ഒരു 10 വറ്റൻമുളക്, വറ്റൻമുളക് ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് മല്ലി ചേർത്ത് കൊടുക്കാം. 1-1.5 സ്പൂൺ മല്ലി. അതൊന്ന് ഇതായി വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കഷ്ണം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഷ്ണം കായം, കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നായി വരുന്ന കണ്ടപ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കും. 1 മുറി തേങ്ങയാണ്. ഇതെല്ലാം കൂടി നല്ലോണം വറുത്ത് എടുക്കാം. നമുക്ക് കരിവേപ്പില, 5-6 ചെറിയ ഉള്ളി ചേർത്ത് ഇത് നല്ലോണം വറുത്തെടുത്തിട്ട് കാണിക്കേ. അപ്പോൾ സാമ്പാറിലേക്കുള്ള തേങ്ങയൊക്കെ നല്ല പാകമായിട്ട് വറുത്ത് ഇതാക്കിയിട്ടുണ്ട്. ഞാൻ കുക്കറിലേക്ക് പരിപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു ചെറിയൊരു സവാള ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ 1/2 പീസ് പച്ചക്കായ അതുണ്ട്. പിന്നെ ഒരു ചെറിയ മീഡിയം സൈസ് 2 തക്കാളി. ഇതെല്ലാം പരിപ്പിൻ്റെ കൂടെ ഒന്നിച്ചിട്ടാൽ നല്ലോണം വെന്ത് കിട്ടുമല്ലോ. ഇതിലേക്ക് ലേശം 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കും. അതെല്ലാം നമുക്ക് നല്ലോണം വേവിച്ചെടുക്കാം. പരിപ്പും ഇതെല്ലാം കഷ്ണമൊക്കെ നല്ലോണം വെന്തുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ കായം തേങ്ങേൻ്റെ കൂടെ പൊരിച്ചിരുന്നല്ലോ. അപ്പോൾ ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു വഴുതിനിങ്ങ ചെറുതാക്കി മുറിച്ചത്, പിന്നെ മുരിങ്ങക്കായ, വെണ്ടയ്ക്ക, ഇത്രയാണ് ഇതിലേക്കുള്ള കഷ്ണങ്ങൾ. കൂടെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കും. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തില്ലല്ലോ, ഉപ്പും ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ കൂടെ തന്നെ പുളിവെള്ളം ചേർക്കണം. കുറച്ച് ചേർത്തുള്ളൂ. ഇത് നല്ലോണം വേവട്ടെ, എന്നിട്ട് കാണിക്കും. അപ്പോൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. പരിപ്പ് നല്ലോണം അരിയണതല്ല കേട്ടോ സാമ്പാറിന് നല്ലത്. ഇങ്ങനെ വേഗണം എന്നങ്ങനെ കാണും വേണം പരിപ്പ്. മറ്റേതിങ്ങനെ വെന്ത് അലിഞ്ഞ കൊഴുപ്പ് കൂടുമല്ലോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തു, കായൊക്കെ നല്ലോണം അലിഞ്ഞ് കഷ്ണത്തിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ നല്ലോണം അരച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചും കൂടെ വെള്ളം ചേർത്ത് സാമ്പാറും ഇവിടെ ഏകദേശം റെഡി ആവുന്നുണ്ട്. തിളച്ച് നല്ലോണം ഇതായി നമുക്കൊരു നല്ലൊരു വറവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സാമ്പാർ റെഡി.
സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു വറവിട്ട് കൊടുക്കാം. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു, ചൂടായി കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരട്ടെ. ചേർത്ത് കൊടുക്കുകയാണ് കറിയിലേക്ക്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.